ക്രിസ്ത്യനായ ഞാൻ അമ്പലത്തിൽ കയറാൻ പോകും. പിറന്നാളാണ് സ്പെഷ്യൽ. മാടായിക്കാവ് അമ്പലത്തിൽ. മൈൻഡ് സെറ്റ് സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിൽ തലേ ദിവസത്തെ ഫ്രണ്ട്സിന്റെ സർപ്രൈസ് കേക്ക് കട്ടിങ് പരിപാടിയോടുകൂടി തുടങ്ങി. കേക്കൊക്കെ വാങ്ങി പുറത്ത് സെറ്റ് ചെയ്ത് ഉറക്കത്തിൽ വന്ന് എന്നെയും കുത്തി എണീപ്പിച്ച്. ഉറക്കത്തിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് പുറത്ത് കേക്കിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ കാര്യം മനസ്സിലായത്. അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി ഞാൻ ആ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കഴിച്ചു. അതങ്ങനെയാണല്ലോ, നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല മൊമെന്റ്സും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. തലേന്നത്തെ സെലിബ്രേഷനും കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും വെൽ കോസ്റ്റ്യൂമിലാണ് ഒന്ന് അമ്പലം വരെ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടി മുതലാളിയുടെ അടുത്ത് എത്തി. കാരണം പ്ലാനിങ് മൊത്തം പുള്ളിയുടെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നേരെ കാറിൽ കയറി നമ്മുടെ യാത്ര എങ്ങനെ ഗംഭീരമായിട്ട് തുടങ്ങി. കുറച്ചു ദൂരം പോയത് ആശാമാർ രണ്ടും നല്ല ഉറക്കത്തിലായിരുന്നു. അവസാനം കാസർഗോഡ് പയ്യന്നൂർ വരെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ അമ്പലത്തിന്റെ പാർക്കിംഗ്. ആ സമയത്ത് തന്നെ അവിടെ തെയ്യത്തിന്റെ ഒരുക്കങ്ങളും തുടങ്ങി. തെയ്യം ഏതാണെന്ന് അറിയില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള തെയ്യം. അവിടുന്ന് അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് നേരെ അമ്പലത്തിലേക്ക് എത്തേ പോകുന്നുണ്ടല്ലേ നമ്മൾ മുതലാളിനെ. പിന്നെ വീഡിയോയിലൊന്നും കിട്ടും. അങ്ങനെ അമ്പലത്തിന്റെ കവാടത്തിലെത്തി എന്റെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. കോഴിയിറച്ചി പ്രസാദമായി കിട്ടുന്ന. അകത്തേക്ക് കയറിയത് നമ്മൾ ആദ്യം കണ്ടത് നമ്മളവിടെ ഒരുങ്ങി കണ്ട തെയ്യത്തെ. അമ്പലത്തിന്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് സ്വാമി മുതലാളി അകത്തേക്ക് തൊഴാം. ആ സമയം കൊണ്ട് ചന്ത മൊത്തം നമ്മൾ കറങ്ങി കണ്ടു. പിന്നെ അടുത്തുള്ള അമ്പലക്കുളവും കണ്ട് തിരിച്ചു വന്ന് നേരെ പോയത് അവിടെ ചേച്ചിമാര് വിൽക്കുന്ന പ്രസാദം വാങ്ങാൻ. അവിടുന്ന് അങ്ങനെ ഉണ്ണിയപ്പവും പരിപ്പൂടയും വാങ്ങി ഞങ്ങൾ നേരെ പോകുന്ന വഴിയിൽ ഓരോന്ന് കാര്യം നല്ല ടേസ്റ്റ് ആയി. അവസാനം പിന്നെ നമ്മൾ കാത്തിരുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലാക്കി ഓരോന്നായിട്ട് കഴിക്കാൻ. ചിക്കനും പുഴുങ്ങിയ ചെറുപയറും മധുരപ്പായസം ഒക്കെ ആയി പ്രസാദം മൊത്തത്തിൽ ഗംഭീരമായി. പ്രസാദത്തിന്റെ ഹാങ് ഓവറിൽ ഞങ്ങൾ നേരെ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി. ഫുഡിന് ശേഷം ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് തിരിച്ചു. പോരുന്ന വഴിയിൽ ഒരു സോളാറിന്റെ മെയിൻ്റെനൻസും ചെക്ക് ചെയ്ത് ഉച്ചയോടുകൂടി നമ്മൾ കാസർഗോഡ്. പിന്നെ നേരെ ഊണ് കഴിക്കാനായി ഒരു ഓതന്റിക് കിച്ചണിലും പോയി കിട്ടിയ ചോറും വാങ്ങി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ സ്വാമി വണ്ടിയായിട്ട് വന്നു. അടുത്ത കടയിൽ നിന്ന് ഐസ്ക്രീമും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി. പിറന്നാളായതുകൊണ്ട് നേരെ പോയി നമ്മുടെ ഓഫീസ് സ്റ്റാഫിനും കൊടുത്തു. ബാക്കിയുള്ള ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളുടെ പരിപാടികൾ തീർന്നു. അപ്പോൾ വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീഡിയോ.